പാർലമെന്റിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വിളിച്ചുകൂവി രാഹുൽ ഗാന്ധി പണി വാങ്ങുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് കിരൺ റിജിജു പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിനെതിരെ സർക്കാർ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നു. അമേരിക്കയുമായി അടുത്തിടെ ഒപ്പുവെച്ച വ്യാപാര കരാറിനെ ചൊല്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിനും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിയതിനും രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ പോവുകയാണ് എന്നും നടപടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും ലോക്സഭയിലെയും രാജ്യസഭയിലെയും നടപടികൾക്ക് വ്യക്തമായ ചട്ടങ്ങളുണ്ട് എന്നും ഒരു അംഗം മറ്റൊരു അംഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് മുൻകൂട്ടി നോട്ടീസ് നൽകുകയും ആരോപണം തെളിവുകൾ സഹിതം സ്ഥാപിക്കുകയും വേണമെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ പരാമർശിച്ച് റിജിജു പറയുകയുണ്ടായി. ഇതൊന്നും തന്നെ ഉണ്ടാവാതെ, ഒരു തരത്തിലുമുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ, മുൻകൂട്ടി നോട്ടീസ് നൽകാതെ ചട്ടലംഘനമാണ് രാഹുൽ ഗാന്ധി അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. വെറും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു തെളിവുകളുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു കൂവിയ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അവകാശവാദങ്ങൾ സഭയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെന്ന് താൻ സ്പീക്കറോട് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ഇന്ത്യയെയും ഇന്ത്യൻ താൽപര്യങ്ങളെയും വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? മുൻകൂർ നോട്ടീസ് നൽകാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെയും അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും റിജിജു പറയുകയുണ്ടായി. തെളിവുകളോ വാദങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് റിജിജു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ തെറ്റായ പ്രസ്താവനകളും പാർലമെന്ററി വിരുദ്ധമായ വാക്കുകളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രത്യേകിച്ച് അദ്ദേഹം ഉന്നയിച്ച നുണകളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും നീക്കം ചെയ്യപ്പെടണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ ഒരു തെളിവുകളുമില്ലാത്ത വെറും പൊള്ളയായിട്ടുള്ള ആരോപണങ്ങളിൽ ഇപ്പോൾ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയുടെ അതിരുവിട്ട പ്രവർത്തികൾ, പരാമർശങ്ങൾ അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ വിനയായി മാറുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം, പാർലമെന്റ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം തന്നെ റദ്ദാക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്താം. ഒരു തെളിവുകളുമില്ലാതെ വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നതെന്നും അത് തെളിയിക്കാനായിട്ടുള്ള ഒരു തെളിവുകളും രാഹുൽ ഗാന്ധിയുടെ കൈവശം ഇല്ലാത്തപ്പോൾ തന്നെയും ഇതിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയേക്കാം.